സുമന്ത്രർ തെളിച്ച് രഥത്തിലേറി വനവാസത്തിന് പുറപ്പെട്ട സീതാരാമ ലക്ഷ്മണന്മാർ ശൃംഗിവേരപുരത്തിനടുത്തുള്ള ഗംഗാതീരത്തെത്തുന്നതും രാമസഖാവും ഭക്തനുമായ നിഷാദരാജൻ ഗുഹനെ കണ്ടുമുട്ടുന്നതും ഭക്തകുലോത്തമനായ ഗുഹന്റെ സൽക്കാരം സ്വീകരിച്ച് ഒരു രാവ് അവിടെ കഴിയുന്നതും തുടർന്ന് നിഷാദരാജൻ സ്വന്തം വള്ളത്തിൽ താൻ തന്നെ അമരത്തിരുന്ന് തുഴഞ്ഞ് 3 പേരെയും ഗംഗാനദി കടത്തുന്നതും വഞ്ചിപ്പാട്ടായി അവതരിപ്പിക്കുകയാണ്. രാമപ്രഭോ നമിക്കുന്നേൻ എന്ന് തുടങ്ങുന്ന വഞ്ചിപ്പാട്ട്. രാമപ്രഭോ നമിക്കുന്നേൻ ഗുഹനെന്ന ഈ നിഷാദൻ ധന്യനായി ദർശനത്താൽ പവിത്രനായി. രാമപ്രഭോ നമിക്കുന്നേൻ ഗുഹനെന്ന ഈ നിഷാദൻ ധന്യനായി ദർശനത്താൽ പവിത്രനായി. തഥൈതാ ഗംഗയെ കടന്നെത്താനായി വഞ്ചിയിതാ കേറിയാലും സീതാസമേതനായിട്ടു ലക്ഷ്മണനുമായി. ഗംഗയെ കടന്നെത്താനായി വഞ്ചിയിതാ കേറിയാലും സീതാസമേതനായിട്ടു ലക്ഷ്മണനുമായി. തഥൈതാ ധത്തത്തിമൃതത്തൈ ധിത്തൈ തകതൈതൈതോ ധിത്തിത്താരാധിത്തിത്തൈ ധിത്തൈ തകതൈതൈതോ അമരക്കാരനായിട്ട് ധിത്തൈ തകതൈതൈതോ ശ്രദ്ധയോടെ തുഴഞ്ഞിട ധിത്തിത്താരാതൈതൈ. അമരക്കാരനായിട്ട് ശ്രദ്ധയോടെ തുഴഞ്ഞിടാം പുണ്യനദിയും കടന്നു വനത്തിലെത്താം. തഥൈതാ കൂട്ടുകാരെ തുഴയുവിൻ ഗംഗയെയുമിണക്കുവിൻ പുണ്യാത്മാക്കളാമിവരെ കരഗണപിൻ. കൂട്ടുകാരെ തുഴയുവിൻ ഗംഗയെയുമിണക്കുവിൻ പുണ്യാത്മാക്കളാമിവരെ കരഗണപിൻ. തഥൈതാ ദത്തത്തിമൃതത്തൈ ധിത്തൈ തകതൈതൈതോ ധിത്തിത്താരാധിത്തിത്തൈ ധിത്തൈ തകതൈതൈതോ ദത്തത്തിമൃതത്തൈ ധിത്തൈ തകതൈതൈതോ ധിത്തിത്താരാധിത്തിത്തൈ ധിത്തൈ തകതൈതൈതോ ധിത്തൈ തകതൈതൈതോ